to everyone. Welcome back our English class. Today I'm going to take our third chapter, the selfist giant. Do you know who's a giant? Yeah, he's a very selfish man. So in our society, some of the people have is a selfist like this. In this chapter, giant also very selfish man. Children are come to play with his garden, but he doesn't like to children's come here. So let's start our chapter. Ready? Okay. The selfish giant. Here's some new word. Gruff means കർശനമായ മീൻസ് പരുക്കനായ. Autumn that's the seasons. Heavenly അതിമനോഹരമായ എന്നല്ലേ. Prosecuted നിരോധിക്കുക. Delight സന്തോഷം ആഹ്ലാദം. Blossom വിരിയുക. Trespassers അതിക്രമിച്ചു വരുന്ന അന്യർക്ക്. Rail ശകാരിക്കുക. സെൽഫിഷ് സ്വാർത്ഥൻ. ഓക്കെ, read and rejoy. Every afternoon while returning from school, the children used to go and play in the giant garden. It was a large lovely garden with soft green grass. There was beautiful flowers and peach trees in the garden. The birds sang on the trees and the children listened to them in delight. Once again, every afternoon, എല്ലാ ഉച്ചയ്ക്കും afternoon, while returning from school, the children used to go and play the giant garden. എല്ലാ ആഫ്റ്റർനൂണും കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ജയാൻറ്റ് മീൻസ് രാക്ഷസൻ്റെ ഗാർഡനിൽ വന്ന് കളിക്കാറാണ് പതിവ്. ഇറ്റ് വാസ് എ ലാർജ് ലവ്ലി ഗാർഡൻ വിത്ത് എ സോഫ്റ്റ് ഗ്രീൻ ഗ്രാസ്. ജയാൻ്റെ ഗാർഡൻ എന്താണ്, ഭയങ്കര ഒരു വലിയൊരു മനോഹരമായ പുഷ്പങ്ങളൊക്കെ നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രീൻ ഗ്രാസ് ഒക്കെ ഉള്ളൊരു മനോഹരമായ ഒരു ഗാർഡനാണ്. ദർ വാസ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അവിടെ എന്തൊക്കെയുണ്ട്, മനോഹരമായ ഫ്ലവേഴ്സ് ഉണ്ട്. ആൻഡ് പീച്ച് ട്രീസ് ഉണ്ട് ഇൻ ദ ഗാർഡൻ. മനോഹരമായ സോഫ്റ്റ് ഗ്രാസ്, പീച്ച് ട്രീ, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എല്ലാം എന്തുണ്ട്, ഗാർഡനിലുണ്ട്. The birds sang on the trees and the children listened to them in delight. അവിടെ ട്രീസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പക്ഷികളെല്ലാം പാട്ട് പാടുകയാണ്. അത് കുട്ടികൾ പക്ഷിയുടെ പാട്ടുകളൊക്കെ കേട്ട് സന്തോഷം, ആഹ്ലാദം, അവിടെ ഇരുന്ന് കളി സന്തോഷത്തോടെ അവിടെ ജയാൻറ്റിൻ്റെ പൂന്തോട്ടത്തിൽ കളിക്കുകയാണ് ചെയ്യുക. One day the giant came back. He had gone to visit his friend and stayed with him for 7 years. When he came, he saw the children playing in his garden. One day, the giant came back. ഒരു ദിവസം ജയന്റ് രാക്ഷസൻ തിരിച്ചു വന്നു. He had gone to visit his friend and stayed with him for 7 years. 7 വർഷം ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചിട്ട് തിരിച്ചു വരികയാണ് ആര്, ജയാൻറ്റ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു. When he came, he saw the children playing in his garden. അവൻ വന്നപ്പോൾ, ഈ ജയാൻറ്റ് അവൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ് കണ്ടത്, അവിടെ കുട്ടികൾ കളിക്കുന്നതാണ്. അവൻ്റെ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ കുട്ടികൾ കളിക്കുന്നതാണ് കണ്ടത്. Next paragraph. What are you doing here? He cried in a gruff voice. The scared children just ran away. My garden is only mine, said the giant, and I will allow nobody to play in it but myself. ആ സമയം കുട്ടികളെ കണ്ടപ്പോൾ ജയാൻ്റെ കുട്ടികളോട് ചോദിക്കുക, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഈ ക്രൈഡ് ഇൻ എ ഗ്രഫ് വോയിസ്, ഭയങ്കര ദേഷ്യത്തോട്, പരുക്കനായ വോയിസോട് കൂടി, കർശനമായ വോയിസോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ദ സ്കേർഡ് ചിൽഡ്രൻസ് ജസ്റ്റ് റാൻ അവേ.
പേടിയോട് കൂടി കുട്ടികൾ ഓടി. മൈ ഗാർഡൻ ഈസ് ഓൺലി മൈൻ. ഇത് എൻ്റെ ഗാർഡൻ എനിക്കുള്ളതാണ്. സെഡ് ദ ജയാൻറ്റ്. ജയൻറ്റ് പറഞ്ഞത് എൻ്റെ ഗാർഡൻ ഇത് എനിക്കുള്ളതാണ്. ആൻഡ് ഐ വിൽ അലൗ നോബഡി ടു പ്ലേ ഇൻ ഇറ്റ് ബൈ മൈസെൽഫ്. ഞാൻ ഇവിടെ ആരെയും കളിക്കാൻ അനുവദിക്കില്ല. ഇത് എൻ്റെ ഗാർഡൻ, ഇത് എനിക്കുള്ളതാണ്. സോ he built a high wall all around it and put up a notice board. Trespassers will be prosecuted. He was very selfish giant. The poor children had nowhere to play. They tried to play on the road, but the road was very dusty. So he built a high wall all around it. അപ്പോൾ കുട്ടികൾ അവിടെ ഗാർഡനിൽ വന്ന് കളിക്കുന്നതുകൊണ്ട് ജയാൻറ്റ് എന്ത് ചെയ്തു, അവൻ്റെ കാസ്റ്റിലിൻ്റെ ചുറ്റും ഒരു വലിയൊരു മതിൽ നിർമ്മിച്ചു. ആൻഡ് പുട്ട് എ നോട്ടീസ് ബോർഡ്, എന്നൊരു നോട്ടീസ് ബോർഡും വെച്ചു. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിക്രമികളെ നിരോധിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ ബോർഡ് വെച്ചു. ഹി വാസ് വെരി സെൽഫിഷ് ജയാൻറ്റ്. അവൻ എന്താണ്, ഒരു സെൽഫിഷ് ജയാൻറ്റ്, സ്വാർത്ഥനായ ഒരു ഭീമനാണ്. ദ പുവർ ചിൽഡ്രൻ ഹാഡ് നോ വേർ ടു പ്ലേ. പാവം കുട്ടികൾ, അവർക്ക് കളിക്കാൻ എവിടെയും സ്ഥലമില്ല. ദേ ട്രൈ ടു പ്ലേ ഓൺ ദ റോഡ്. അവർ റോഡിൽ കളിക്കാം എന്ന് വിചാരിച്ചു. ബട്ട് ദ റോഡ് വാസ് വെരി ഡസ്റ്റി. പക്ഷേ റോഡാണെങ്കിലോ ഡസ്റ്റിയാണ്, ചെളി നിറഞ്ഞതാണ്. ദേ wandered around the high walls and talked about the beautiful garden inside. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ മനോഹരമായ ആ വാളിൻ്റെ ചുമരിൻ്റെ ഉള്ളിലുള്ള മനോഹരമായ ഗാർഡനെ കുറിച്ചിട്ട് സംസാരിച്ചു. Then came the spring and all over the country there were little blossoms and little birds. Only in the garden of selfish giant it was still winter. The birds did not care to sing in it, as there were no children, and the trees forgot to blossom. Then came the spring all over the country. എല്ലാ രാജ്യത്തും എന്ത് വന്നു, സ്പ്രിംഗ് സീസൺ വന്നു. There were little blossom and little birds. പക്ഷേ ഇവിടെ മാത്രം എല്ലാ രാജ്യത്തും സ്പ്രിംഗ് സീസൺ വന്നു. വിൻ്റർ കഴിഞ്ഞു സ്പ്രിംഗ് ആയി. അപ്പോൾ ഈ ജയാൻ്റെ എവിടെയോ ജസ്റ്റ് എന്താണ്, കുറച്ച് ഫ്ലവേഴ്സും ജസ്റ്റ് 2 ബേർഡ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺലി ഇൻ ദ ഗാർഡൻ ഓഫ് ദ സെൽഫിഷ് ജയാൻ ഇറ്റ് വാസ് സ്റ്റിൽ വിൻ്റർ. പക്ഷേ ഈ ജയാൻ്റെ ഗാർഡനിലോ എന്തായിരുന്നു, വിൻ്റർ സീസൺ ആയിരുന്നു. The birds did not care to sing it as there were no children there and the trees forgot to blossom. പക്ഷേ ബേർഡ്സ് ഒന്നും പാട്ട് പാടാൻ നിന്നില്ല. കാരണം കുട്ടികളില്ലല്ലോ കളിക്കാൻ. കുട്ടികൾ കളിക്കാനുണ്ടാകുമ്പോഴല്ലേ ആ ഗാർഡനിലൊരു സന്തോഷം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ ആരുമില്ല, ബേർഡ്സ് ഒന്നും കെയർ ചെയ്തില്ല, ഗാർഡനാണ് കെയർ ചെയ്തില്ല. ട്രീസൊക്കെ എന്താണ്, ബ്ലോസം പൂവ് വിരിയാൻ മറന്നുപോയി. ലാസ്റ്റ് സ്റ്റാൻസ. I cannot understand why the spring is so late in coming, said the selfish giant, as he sat at the window of his castle and looked out his cold white garden. I hope there will be a change in weather, but spring never came, nor did summer. I cannot understand why the spring is so late in coming, said the selfish giant. ജയൻ്റ് പറയണേ, എന്തുകൊണ്ടാണ് സ്പ്രിംഗ് സീസൺ ഇത്രയും ലേറ്റ് ആവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റായി വരുന്നത്? As he sat window of his castle and looked out his cold. അങ്ങനെ അവൻ വൈറ്റ് ഗാർഡൻ, അങ്ങനെ അവൻ്റെ കാസ്റ്റിൽ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ജനവാൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പുറത്തേക്ക് നോക്കുമ്പോഴെന്താണ് കണ്ടത്, അവൻ്റെ ഗാർഡനിൽ എന്താണ്, അവിടെ പുറത്ത് മൊത്തത്തിൽ കോൾഡാണ്, വൈറ്റ് ഗാർഡനാണ്. മഞ്ഞല്ലേ, വിൻ്റർ സീസൺ എന്താ, തണുപ്പ് സീസണ്. അപ്പോൾ മഞ്ഞൊക്കെ വീണിട്ട് വൈറ്റ് ഗാർഡനാണ്, ഗ്രീൻ ഗാർഡൻ്റെ പകരം വൈറ്റ് ഗാർഡനായിട്ടാണ് ആയത്. I hope there will be change in weather.
ഞാൻ പ്രതീക്ഷിക്കുന്നു വെതർ പെട്ടെന്ന് ചേഞ്ച് ആവുന്നു. ബട്ട് സ്പ്രിങ് നെവർ കെയിം നോ ഡിഡ് സമ്മർ. പക്ഷേ സ്പ്രിങ് സീസൺ ഒരിക്കലും വന്നില്ല. എന്തും വന്നില്ല, സമ്മർ സീസണും വന്നില്ല. അപ്പോഴോ ജയാൻ്റെ ഗാർഡനിൽ എന്തുമാത്രമാണ്? വിൻ്റർ സീസൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് portions. The giant garden is not never come to spring season. It's only winter seasons. So what happening to his garden? We have in this story we have two ant A and B. You can choose the most suitable ant. See, the first ant A. One morning the giant woke up to the tones of lovely music. It was a little bird singing outside his window. A pleasant perfume came to him, hoping that spring had come at last. The giant jumped out of the bed and looked out. One morning, the giant woke up to the tones of lovely music. ഒരു ദിവസം രാവിലെ ജയാൻറ്റ് എന്താണ് നല്ലൊരു മനോഹരമായ പാട്ട് കേട്ടിട്ടാണ് എണീറ്റത്. It was a lovely bird singing outside his window. വിൻഡോൻ്റെ പുറത്തിരുന്നിട്ട് നല്ലൊരു ബേർഡ് നല്ല മനോഹരമായ ഒരു പാട്ട് പാടാണ്. A pleasant perfume came to him. അതിൽ നിന്ന് ഭയങ്കര അത് സന്തോഷം തോന്നും, അതിമനോഹരമായ ഒരു സുഗന്ധങ്ങൾ വരികയാണ്. Hoping that spring had come at last, the giant jumped out to the bed and looked out. അപ്പോൾ അവനക്ക് തോന്നി, യെസ്, എന്താണ്, സ്പ്രിങ് സീസൺ വന്നു. പ്രതീക്ഷയോടുകൂടി ആ പ്രതീക്ഷ എന്തായി? സത്യമായി. സ്പ്രിങ് സീസൺ വന്നു. അത് സീസൺ വന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നോക്കുകയാണ്. There he saw the most wonderful sight. Through a hole in the wall, the children had crept in and they were playing on the trees. The trees were so glad to have the children back again that they had covered themselves with blossoms. The birds were chirping with delight and the flowers were looking up through the green grass and laughing. It was a lovely scene. See. Then he saw the most wonderful sights. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ബെഡിൽ നിന്ന് ജനവാൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ ഭയങ്കര മനോഹരമുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. Through the hole in the wall, the children had crept in and they were playing on the trees. അങ്ങനെ ഹോളിലൂടെ നോക്കിയപ്പോൾ എന്താ കണ്ടത്? കുട്ടികളെന്താണ് ആ മനോഹരമുള്ള കാഴ്ച, ആ കുട്ടികൾ അവിടെ ട്രീസിൻ്റെ മേലെ കയറി കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. The trees were so glad to have children back again. They had covered themselves with blossoms. കുട്ടികളെല്ലാം അവിടെ വന്ന് കളിക്കുന്നുണ്ട്. മരത്തിനൊക്കെ ഭയങ്കര സന്തോഷമാണ് വന്നത്. കാരണം മരങ്ങളൊക്കെ പുഷ്ടിക്കാൻ തുടങ്ങി, ഫ്ലവേഴ്സൊക്കെ വിരിയാൻ തുടങ്ങി. The birds were chirping with the delight and the flowers were looking up through the green grass and laughing. അങ്ങനെ എന്താണ് ബേർഡ്സ് എല്ലാം, പക്ഷികളൊക്കെ സന്തോഷത്തോട് എന്താണ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. വിത്ത് എ ഡിലൈറ്റ്, എന്ത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സൗണ്ട് ഉണ്ടാക്കാൻ, കരയാൻ തുടങ്ങി, സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദ ഫ്ലവേഴ്സ് വർ ലുക്കിംഗ് അപ്പ് ത്രൂ ദ ഗ്രീൻ ഗ്രാസ്. ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ട് ഗ്രീൻ ഗ്രാസിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ലോഫിങ് ഇറ്റ്, ചിരിച്ചുകൊണ്ട്. ഇറ്റ് വാസ് എ ലവ്ലി സീൻ. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് അല്ലേ? കാരണം കുട്ടികളൊക്കെ വന്ന് കളിക്കുകയും ട്രീസിൻ്റെ മേലെ കയറി കളിക്കുകയും ട്രീസൊക്കെ നല്ല ഉഷാറായിട്ട് ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഗ്രീൻ ഗ്രാസിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷികളൊക്കെ ഗാർഡനിൽ കിടന്നിങ്ങനെ പറന്ന് കളിക്കുക ഒക്കെ ചെയ്യും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സീൻ. ഹാസ് ദ ജയാൻ ലുക്ക്ഡ് ഔട്ട് ഹിസ് ഹാർട്ട് മെൽറ്റഡ്. അങ്ങനെ അവൻ ജനവാൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം മെൽറ്റായിപ്പോയി. മെൽറ്റഡ് മീൻസ് ഉരുകി. ഹൗ സെൽഫിഷ് ഐ ഹാവ് ബീൻ, ഹീ സെഡ്. ഞാൻ എന്തൊരു സ്വാർത്ഥനായൊരു വ്യക്തിയാണ്, അവൻ സ്വയം പറയണം. നൗ ഐ നോ വൈ
വൈ സ്പ്രിംഗ് ഡിഡ് നോട്ട് കം ഹിയർ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സ്പ്രിംഗ് സീസൺ വരാത്തത്. ഐ വിൽ ലോക്ക് ഡൗൺ ദ വാൾ ആൻഡ് മൈ ഗാർഡൻ ഷാൾ ബി ദ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഫോർ എവർ ആൻഡ് എവർ. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ വാൾ, ഞാൻ കെട്ടിയ ഈ വലിയ ചുമര് ഞാൻ പൊട്ടിക്കും. എന്നിട്ട് എൻ്റെ ഈ ഗാർഡൻ കുട്ടികൾക്ക് കളിക്കാനുള്ള, കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടാക്കി മാറ്റും. എല്ലായ്പ്പോഴും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പ്ലേ ഗ്രൗണ്ട് ആക്കാനാണ് ചെയ്യുന്നത്. ഹി വാസ് റിയലി വെരി സോറി ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ. അവൻ ചെയ്ത കാര്യത്തിൽ അവന് ഭയങ്കര കുറ്റബോധം, സോറി പറയുന്നത്, ക്ഷമ അപേക്ഷിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ്. So he crept downstairs and opened the front door quite softly and went into the garden. But when the children saw him, they were so frightened that they all ran away, and the garden became winter again. Only one little boy did not run. He was not able to run, so he started crying. The giant gently picked him up and took him in his arms. So he crept downstairs and opened the front door quickly, softly, and went into the garden. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ജയാൻ്റ് അവൻ്റെ ഡോറ് മെല്ലെ ഓപ്പൺ ചെയ്തു ഗാർഡനിലേക്ക് പോയി. But when the children saw they were so frightened. അങ്ങനെ ജയാൻ്റ് ഗാർഡനിലേക്ക് വരുന്നത് കുട്ടികൾ കണ്ടപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പേടിയാണ്. ഫ്രൈറ്റൻഡ് മീൻസ് പേടി, ഭയം ആണ് തോന്നിയത്. that they all ran away and the garden became winter again. കുട്ടികളെല്ലാം ഈ ജയാൻ്റെ കണ്ടപ്പോൾ പേടിയോടുകൂടി ഓടി. അപ്പോഴെന്താണ്, കുട്ടികൾ പോയപ്പോൾ ഈ ഗാർഡൻ വീണ്ടും എന്താണ്, വിൻ്റർ ആണ് വന്നത്. Only one little boy did not run. ഒരു ചെറിയ കുട്ടി മാത്രം ഓടിയില്ല. He was not able to run, so he started crying. അവൻക്ക് ഈ ഓടാൻ കഴിഞ്ഞില്ല, അപ്പോൾ അവൻ എന്താ, പേടിയോട് കൂടി കരയാണ് ചെയ്തത്. The giant gently picked him up, took him in his arms. അങ്ങനെ ആ ജയാൻ്റ് ആ കുട്ടീനെ മെല്ലെ എടുത്തിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ ഒക്കത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത്. The little boy stretched out his arms and flung them around the giant's neck and kissed him. അങ്ങനെ ആ ജയാൻ്റെ ഒക്കത്ത് ഇരുന്നിട്ട് കുട്ടി എന്ത് ചെയ്തു, ജയാൻ്റിൻ്റെ കഴുത്തിൽ ഒരു കിസ് കൊടുത്തു. When the other children saw that the giant was not wicked any longer, they came back running, and with them came spring. അപ്പോഴാണ് when the other children saw the giant was not wicked any longer, they came back running. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ഇയാളെന്താണ്, ക്രൂരനല്ലാന്ന്, പാവാണെന്ന്, ദുഷ്ടനല്ലാന്ന് കുട്ടികൾക്ക് മനസ്സിലായി. കുട്ടികൾ വീണ്ടും ഓടി വന്നു. with them came spring. അപ്പോൾ കുട്ടികൾ വന്നപ്പോൾ വീണ്ടും ഗാർഡനിൽ എന്തായി, സ്പ്രിംഗ് സീസണായി, വസന്തകാലം ആണ് വന്നത്. It is your own garden now, little children, said the giant. അപ്പോൾ കുട്ടി പറയാണ്, ഇത് എന്താണ്, നിങ്ങളുടെ സ്വന്തം ഗാർഡനാണ്. He took a great hammer and locked down the wall. അങ്ങനെ ആരെടുത്തു, ഈ ജയാൻ്റ്. ജയാൻ്റ് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഗാർഡനാണ്. അത് പറഞ്ഞുകൊണ്ട് അവൻ കെട്ടിയ വലിയ മതിൽ എന്ത് ചെയ്തു, ഹാമർ എടുത്തിട്ട് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. Every afternoon when the school was over, the children came and played with the giant. As the giant watched the children playing, he would say, I have many beautiful flowers, but the children are the most beautiful flowers of all. See, every afternoon when the school was over, എല്ലാ afternoon school കഴിഞ്ഞിട്ട് the children came and played with the giant. അങ്ങനെ എല്ലാ കുട്ടികളും സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് കുട്ടികൾ ആരെ കൂടെ, ഈ ജയാൻ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗാർഡനിൽ കളിക്കാൻ വേണ്ടി വരും. ആസ് ദ ജയാൻ്റ് വാച്ച്ഡ് ദ ചിൽഡ്രൻസ് പ്ലേയിങ് ഹി വുഡ് സേ. അങ്ങനെ കുട്ടികൾ കളിക്കുന്നത് ഈ രാക്ഷസൻ ജയാൻ്റ് ഇങ്ങനെ നോക്കിയിരിക്കും.
എന്നിട്ട് പറയണേ, ഐ ഹാവ് മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, എനിക്ക് ഒരുപാട് മനോഹരമായ ഫ്ലവേഴ്സ് ഉണ്ട്. ബട്ട് ദ ചിൽഡ്രൻസ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഓഫ് ഓൾ. എല്ലാത്തിലും ഉപരി ഈ കുട്ടികളാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ്. കുട്ടികളാണ് എന്ത്, ചെറിയ മക്കൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ഫ്ലവേഴ്സിനേക്കാൾ ഉപരി കുട്ടികളെയാണ് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ എന്നാണ് ഈ ജയാൻറ്റിന് ഇവിടെ തോന്നിയത്. Okay. Then next parts of the ending B. It was winter in the giant garden. Once a beautiful flower put its head out from the grass. It is so the notice board. It was so sorry for the children that it slipped back to the garden ground again and went off to sleep. The snow and the frost were very pleasant. Spring has forgotten this garden, so we will live here all the years round. It was a winter in the garden. അപ്പോൾ ഗാർഡൻ എൻഡിങ് ബി ആണ്. അതിൽ എന്താണ് പറയുന്നത്, വിൻ്റർ സീസൺ തന്നെയാണ് എന്ത് ഗാർഡനിൽ. വൺസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ പുട്ട് ഇറ്റ്സ് ഹെഡ് ഔട്ട് ഫ്രം ദ ഗ്രാസ്. മനോഹരമായ ബ്യൂട്ടിഫുള്ളായ ഫ്ലവേഴ്സ്, അവരുടെ ഫ്ലവേഴ്സ് എന്താണ് ഗ്രാസിൻ്റെ മേലേക്ക് തല തിരിച്ച് നിൽക്കുകയാണ്. ഇറ്റ് സോ ദ നോട്ടീസ് ബോർഡ്. അവരെന്ത് ചെയ്തു, അവിടെ നോട്ടീസ് ബോർഡ് ഉണ്ട്. ഇറ്റ് വാസ് സോ സോറി ഫോർ ദ ചിൽഡ്രൻ ദാറ്റ് ഈസ് സ്ലിപ്പഡ് ബാക്ക് ടു ഗ്രൗണ്ട് അഗെയിൻ. അപ്പോൾ എന്താണ്, കുട്ടികളോട് സോറി പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് ബോർഡ് കണ്ടു. ആൻഡ് വെൻറ്റ് ഓഫ് ടു സ്ലീപ്പ്. അങ്ങനെ അത് വെച്ചിട്ട് അവൻ ജയാൻറ്റ് ഉറങ്ങാൻ വേണ്ടി പോയി. ദ സ്നോ ആൻഡ് ദ ഫ്രോസ്റ്റ് വേർ വെരി പ്ലസ്ഡ്. അപ്പോൾ മഞ്ഞ്, സ്നോ മീൻസ് മഞ്ഞ്, ഫ്രോസ്റ്റ് എന്താണ്, ഫ്രോസ്റ്റും എന്താണ് ഈ മഞ്ഞിൻ്റെ ഇതിനാണ് ഫ്രോസ്റ്റ് എന്ന് പറയാം. കുളിര്, ശൈത്യം, മഞ്ഞോട് തരുന്നൊരു കുളിരും ശൈത്യമാണ്, ഭയങ്കര പ്ലസ്ഡായി. സ്പ്രിങ് ഹാസ് ഫോർഗോട്ടൻ ടു ദിസ് ഗാർഡൻ, സോ ഹി വിൽ ലീവ് ഹിയർ ഓൾ ദ ഇയേഴ്സ് റൗണ്ട്. സ്പ്രിങ് എന്ത് ചെയ്യും, ഈ ഗാർഡനിൽ സ്പ്രിങ് എന്ന കാര്യം മറന്നുപോയി, അവിടെ വീണ്ടും എന്താണ് വിൻ്റർ മാത്രമായി. സോ വി വിൽ ലീവ് ഹിയർ ഓൾ ദ ഇയർ റൗണ്ട്. എല്ലാ വർഷവും ഇവരിവിടെ ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് വിൻ്റർ സീസണായിട്ട് ഇങ്ങനെ പോവാണ്. They invite the old north wind to stay with them, and it came. The hail also came on visit. Every day for the 3 hours he rattled on the roof of the castle till he broke most of the stairs. They invited the cold north wind to stay with them, ആൻഡ് ഇറ്റ് കെയിം. അങ്ങനെ ഈ സ്നോസും ഫ്രോസ്റ്റൊക്കെ ഉണ്ട് അവിടെ. അപ്പം എന്ത് ചെയ്ത്, ഈ നോസും ഫ്രോസ്റ്റൊക്കെ ആരെ ഇൻവൈറ്റ് ചെയ്തു, നോർത്തിലെ കോൾഡ് വിൻഡിനെ ഇൻവൈറ്റ് ചെയ്തു. എന്തിനെ, ഈ ഗാർഡനിലേക്ക് ക്ഷണിച്ചു. ദ ഹെയിൽ ആൾസോ കെയിം ഓൺ ദ വിസിറ്റ്. ഹെയിൽ മീൻസ് എന്താണ്, ആലിപ്പഴം പറയില്ലേ, ആലിപ്പഴം എന്താണ്, ഈ സ്നോയുടെ സ്റ്റോൺസാണ്, ഈ മഞ്ഞുകാലത്ത് വീഴുന്ന സ്നോ സ്റ്റോൺസിനാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. അതും വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. എവറി ഡേ ഫോർ ദ 3 hours rattled on the roof of the castle till he broke most of the slates. അങ്ങനെ ഈ ജയാൻറ്റ് എന്ത് ചെയ്തു, എല്ലാ 3 hours കൂടുമ്പോഴും അവൻ്റെ റൂഫിലൊക്കെ എന്താണ്, വിൻ്റർ സീസൺ അല്ല, വിൻ്ററല്ലേ, മഞ്ഞും സ്നോസും ഫ്രോസ്റ്റും ഹെയിൽസും വിൻഡും സ്നോസ് എല്ലാതും വന്നപ്പോൾ എന്താണ്, മൊത്തത്തിൽ ഫുൾ വിൻ്റർ ആയിട്ടുണ്ട് എല്ലാം. അപ്പം അവൻ്റെ കാസ്റ്റിലിൻ്റെ റൂഫിലൊക്കെ എന്താണ്, സ്നോസ് പാളികൾ, ഈ ഐസും കട്ടകളൊക്കെ ഇങ്ങനെ അതൊക്കെ സ്ലൈഡ്സ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഹി ഫീലിംഗ് വെരി കോൾഡ്, അവർക്ക് ഭയങ്കര കോൾഡാണ് അനുഭവപ്പെടുന്നത്. ലാസ്റ്റ് stanza. Autumn came to every garden but not to the giant garden. എല്ലാ ഗാർഡനിലും ഓട്ടം വന്നു. എന്ത് പോയി, സമ്മർ പോയി, മൺസൂൺ വന്നു, മൺസൂൺ പോയി, വിൻ്റർ വന്നു, വിൻ്റർ പോയി, സ്പ്രിങ് വന്നു, സ്പ്രിങ് ഓട്ടം വന്നു. അങ്ങനെ ഇങ്ങനെ സീസൺസ് ഇങ്ങനെ മാറി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഗാർഡനിലും ഓട്ടം സീസണായി. ജിയാൻ്റെ ഹീ ഈസ് എ ടു സെൽഫിഷ് ഈസ് ഇറ്റ്. അപ്പോൾ അവൻ പറയും, ഞാൻ എന്താണ് കൂടുതൽ, ഞാൻ ഭയങ്കര വല്ലാത്തൊരു സോർത്തലാണ്. സോ ഇറ്റ് വാസ് ഓൺലി വിൻ്റർ ദർ. അവിടെ എന്താണ്, അവിടെ
വിൻ്റർ സീസൺ മാത്രം. എല്ലാ പ്ലേസിലും സീസൺസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജയാൻ്റെ ഗാർഡനിൽ വിൻ്റർ മാത്രമാണ്. And north wind, the hail, the frost and the snow danced about through the trees. അപ്പം എന്താണ് നോർത്തിൽ നിന്ന് വന്ന നോർത്ത് വിൻഡ്, വിൻ്റർ, നോർത്ത് വിൻഡ്, ഹെയില്, ഫ്രോസ്റ്റ്, സ്നോസ്, ഇതെല്ലാം ഇവിടെ ഈ ജയൻ്റെ കാസ്റ്റിൽ ഗാർഡനിൽ സന്തോഷത്തോട് ഡാൻസ് ചെയ്യാൻ ട്രീസിലൊക്കെ. ഹിയേഴ്സ് വെൻ ബൈ ദ ജയൻ ഗ്രൂ വെരി ഓൾഡ് ആൻഡ് ഫ്രെയിൽ. ഇങ്ങനെ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഈ ജയാൻ്റെ എന്ത് ചെയ്തു, വളരെ ഓൾഡായി, വൃദ്ധനായി, ഇങ്ങനെ വയസ്സായി വരികയാണ്. ആൻഡ് ഫ്രെയിൽ, അങ്ങനെ ആരോഗ്യമൊക്കെ തളർന്ന, മീൻസ് നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യം തളർന്നു വരികയല്ല ചെയ്യുക, ആരോഗ്യം കുറഞ്ഞു വരികയല്ല ചെയ്യുക. ബട്ട് ദ വിൻ്റർ സീസൺ കണ്ടിന്യൂഡ്. എന്നാലും വിൻ്റർ സീസൺ മാത്രമായി കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത്. So here's the two endings. First ending is they are very happy because the children are came back. He's agreed to join the children's, so they are very happy. In second season B, they are say sorry for children. They are children's not they are not allowed to children in the garden, so they have only winter season, snows, frost, winters, hails only in this garden. He is very old man, so he is not allowed to children in this garden. So what is which ending portion you like to most like?